അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ എടത്തോ പള്ളിയിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വണ്ടി നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടാണ് പാർക്ക് ചെയ്തത്. അവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ബസ് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ബസ് ഇട്ടേക്കണത്. ഇപ്പം സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബസ് എടുത്ത് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാം. കാരണം നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ട്രിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവരെ കൊണ്ടാക്കിയിട്ടാണ് നമുക്ക് അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ യാത്രക്കാരെയും കാര്യങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മളെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അടിപൊളി വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബസ് ഫുള്ള് ചെടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കൊന്ന് വണ്ടി സർവീസ് ചെയ്യണം. A few moments later. നല്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് റിപ്പയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഹെഡ്ലൈറ്റും കൂടെ ഒന്ന് മാറിയതാ. A few moments later. അപ്പം നമ്മളിപ്പോൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ ഇടുന്നതാണ്, മേഘസന്ദേശം സിനിമയാണ്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് എൻജോയ് ചെയ്യുക. സിനിമ കണ്ട് ഏകദേശം തീരാറായി വരുമ്പോൾ അതിനുമ്പോൾ നമ്മളെത്തും ട്രിവാൻഡ്രത്ത്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വഴി ആദ്യമാണെന്ന് തോന്നുന്നു. അതെ. ചായ. പേര് ചോദിക്കാനാണോ വണ്ടി നിർത്തിയത്? സ്വന്തം അമ്മായിയപ്പന്റെ വണ്ടി പോലെ കേറി ഇരിക്കല്ലേ. ഇറങ്ങ. ഇത് പൂങ്കുന്നത്തേക്ക് പോകുന്ന വണ്ടിയല്ലേ? അല്ല, ഇളവന്നൂർക്ക് പോകുന്ന വണ്ടിയാ. ഐ മീൻ ഇളവന്നൂർക്ക് പോകുന്ന വഴിയിലാണല്ലോ പൂങ്കുന്നം. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഓരോ സ്റ്റോപ്പിലും ആളിറക്കി പോവാനേ. ഇത് സർവീസ് ബസ് അല്ലേ. ഒരാളും കൂടി കാറിൽ ഇരുന്നെന്ന് കരുതി അധികം പെട്രോൾ ഒന്നും ആവില്ലല്ലോ. ഒരു വിശദീകരണം വേണ്ട. ഇറങ്ങ്. പ്ലീസ്, ഈ ഇരുട്ടിൽ തനിച്ച് എന്നെ ഇറക്കി വിടരുത്. പകല് പോലും പേടിക്കുന്ന സ്ഥലം. പ്ലീസ്. താങ്ക് യു. കേട്ട് കാണും പൂങ്കുന്നത്തെ കളപ്പുരയ്ക്കൽ ഗാർഡൻസ്. ഇല്ല. സാർ എവിടുന്ന? വീട്ടിൽ നിന്ന്. അതെല്ലാവരും അങ്ങനെ തന്നെയാ. നാട് എവിടാന്നാ ചോദിച്ചത്. ആഹാ, ഞാൻ ഇവാന്യൂസിലാ പഠിച്ചത്. MA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തമാശക്കാരനാണെന്ന് തോന്നുന്നു. ആ, ഇവിടെ നിർത്തിയാ മതി.
അപ്പോൾ ഗൈസ് നമുക്ക് ഒന്ന് ഡീസൽ അടിക്കാം ഒന്ന് പമ്പിലോട്ട് കയറ്റാൻ വേണ്ടി. മരിച്ചിട്ട് 6 മാസമായി. കാണുമായിരുന്നു ഞാൻ എപ്പോഴേ പോയേന് മേലോട്ട്. അപ്പോ ഇവിടെ പ്രേതങ്ങളുടെ ശല്യമേ ഇല്ല? ഇല്ല സാർ, പല പഴയ കൊട്ടാരങ്ങളിലും ബംഗാളിലും കാണുമായിരുന്നു. പക്ഷെ ഇവിടെ ഈ നാട്ടിൽ തീരെ. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രേതം ഒരു നാട്ടിലാണ്. അതായത് എന്റെ ഭാര്യ. മരിച്ചു? ഇല്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാ പ്രശ്നം. ഓട്ടെ, അതിന് മുമ്പ് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ചെന്ന് കിടക്കട്ടെ. പിന്നെ സാറേ, രാത്രി എന്താവശ്യം ഉണ്ടായാലും എന്നെ വിളിക്കണ്ട, ഞാൻ അറിയത്തില്ല. അത് നമ്മുടെ തങ്കപ്പങ്കാളി ഫോട്ടോയിട്ടതാ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടത്തോപ്പള്ളിയിൽ ഒരു കല്യാണ ട്രിപ്പായിട്ടാണ് പോയത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്കിപ്പോൾ യാത്രക്കാരെ കൊണ്ടാക്കാണ്ട് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനും മാക്സിമം തന്നെ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ശബരിമല ട്രിപ്പായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഗുണ കേവ് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ട്രിപ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.